ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു തീമോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പം പുതുമയായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും പറയാനില്ല. വലിയ കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിൾ എന്നുള്ള ഒരു സാധനം. VFX ഒക്കെ എങ്ങനെയുണ്ട്? VFX ഒക്കെ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പടം കണ്ടിരിക്കാം, ബോറടിക്കത്തൊന്നുമില്ല. പടം കൊള്ള അടിപൊളിയാ. ഇവനൊരു ടയർ 3 ആക്ടറാണല്ലോ, അതിൽ നിന്ന് ടയർ 1 കയറും ഈ പടത്തിൽ. ഉടനെ തന്നെ കയറാനുള്ള എല്ലാം ഉണ്ട്. അത്രക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പടം. VFX അടിപൊളി, CG വർക്കൊക്കെ അടിപൊളിയാ. എല്ലാം നല്ല രീതിയിൽ വന്നു. പടം കയറും, എന്തായാലും നല്ല രീതിയിൽ കയറും. പക്ക എന്റർടൈൻമെന്റ് എല്ലാ കാര്യം, ഇമോഷണൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് പടത്തിൽ. ഒരു ബ്രഹ്മാസ്ത്ര ആ സിനിമയുടെ ടൈപ്പിൽ ആ ടൈപ്പ് അല്ല, അതിൽ ഫുള്ള് എല്ലാം ഇത് അങ്ങനെയല്ല. ഇതിനകത്ത് എല്ലാ എലമെന്റും ഉണ്ട്. പാട്ടൊന്നുമില്ല, സോങ്സ് ഒന്നുമില്ല. സോങ്സ് ഉള്ളത് ഇതിനകത്ത് കട്ട് ചെയ്ത് ഇല്ല. എല്ലാം കൊണ്ടും അടിപൊളിയാ പടം. മലയാളം ഡബ്ബൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മലയാളം ഡബ്ബൊക്കെ കൊള്ളാം. ജയറാമിന്റെ ക്യാരക്ടറും ശ്രേയ ശരണന്റെ ക്യാരക്ടറും വെച്ച് പറയണം, അതും അടിപൊളിയാണ്. ശ്രേയയുടെ പെർഫോമൻസ് ഒക്കെ എല്ലാം അടിപൊളിയാണ്. നല്ല പടം, പെർഫോമൻസ് ആരുടെ ഇഷ്ടപ്പെട്ട? പയ്യന്റെ അടിപൊളിയായിരുന്നു. വില്ലൻ എങ്ങനെ ഉണ്ടായിരുന്നു? വില്ലനും കുഴപ്പമില്ല. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു തീമോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പം പുതുമയായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും പറയാനില്ല. ജസ്റ്റ് പടം കൊള്ളാം, കുഴപ്പമില്ല, കണ്ടിരിക്കാം. എന്റർടൈൻമെന്റ് ആണ്, ബോറടിയൊന്നുമില്ല. ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കണ്ടുപോകുന്ന ഒരു ചിത്രമാണ്. കഴിഞ്ഞ പടത്തിന്റെ സെയിം, ഹനുമാന്റെ ആ സെയിം റോൾ, അതിൽ കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല, ആ സെയിം ഇതിൽ തന്നെ പുള്ളി കൊണ്ട്. BGM ഒക്കെ നല്ല വർക്കൗട്ടായിട്ട് അടിപൊളി BGM ആണ്. അത് പറയാം, BGM നല്ല BGM. ഈ പടത്തിന് മെയിൻ ആയിട്ടെന്ന് പറയുന്നത് BGM ആണ്. അടിപൊളിയായിട്ട് മേക്കിംഗ് കൊള്ളാം, നല്ല മേക്കിംഗ്. വില്ലന്റെ പെർഫോമൻസ് എല്ലാവരും അത്ര കൊള്ളത്തില്ലെന്നൊക്കെ പറയുന്നു. അത് നമ്മൾ ഈ ഡബ് ചെയ്തതിന്റെ ഇതാണെന്ന് തോന്നുന്നു. പക്ഷെ പുള്ളിയുടെ പ്രസൻസ് അടിപൊളിയായിരുന്നു. പുള്ളി നമ്മൾ ഒരു കണ്ട വില്ലനാണെങ്കിൽ നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യായിരുന്നു. പുള്ളി നമ്മൾ കാണാത്തൊരു വില്ലനാണ്, ഒരു ആക്ടറാണ്, അതുകൊണ്ടുള്ള ഒരു ഇതാണ്. അത് കൊള്ളാം. ശ്രേയര് കഴിഞ്ഞ ഇപ്പൊ ഒരു OTT ഇറങ്ങി ആ സെയിം ഇത് ഡീസെന്റ് ആയിട്ട് ഒരു എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് കണ്ടിരിക്കാം എന്നുള്ള ഇതൊരു മാത്രമേ ഉള്ളൂ. ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ചിട്ട് കാണാതിരിക്കുക. പിന്നെ കുറേ ഇംഗ്ലീഷ് സിനിമകളുടെയൊക്കെ ഒരു തനതായ കോപ്പിയടി ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു ഇന്ത്യൻ വെർഷനാണ് ഇതിപ്പം. ഹീറോയുടെ മുമ്പ് ഇറങ്ങിയ സിനിമ ഹനുമാൻ എന്നുള്ളൊരു തീമായിരുന്നു. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് രാമൻ എന്നൊരു തീം വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഫാൻറ്റസി ആക്ഷൻ അങ്ങനത്തെ ഒരു സിനിമയാണ്. കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. വില്ലന്റെ പെർഫോമൻസ് ഭയങ്കര ശോകമാണ്. വില്ലൻ കുറച്ചൊരു ഓവർ ദ ടോപ്പാണ്. മഞ്ജു മനോഹരൻ അറിയാം, അദ്ദേഹം പണ്ട് മുതലേ ഉള്ളതാണ്. നമ്മുടെ ഇതിലൊരു കുറച്ചൊരു ആവശ്യമില്ലാത്ത ഒരു ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ. അതിപ്പം ഡയറക്ടറുടെ ചോയ്സ് ആയിരിക്കും അങ്ങനെ ആക്ട് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. കാര്യങ്ങളൊക്കെ കിട്ടില്ലല്ലേ? VFX ഒക്കെ നല്ല രീതിയിൽ ഒരു ഡീസൻ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കാരണം ഭയങ്കര മോശമെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ VFXും കാര്യങ്ങളും ഇതെല്ലാം വെച്ചിട്ട് ഒരു ഭയങ്കര ഒരു ബ്രഹ്മാണ്ഡ സിനിമയൊന്നുമല്ല. എന്നാൽ ആ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിനകത്ത് നിന്ന് അവർ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്.